നമസ്കാരം. ഭാരതത്തിന്റെ അതിർത്തികൾ മുൻപെന്നത്തേക്കാളും സുരക്ഷിതമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമായി ഉത്തരാഖണ്ഡിലെ ദുർഘടമായ ഹിമാലയൻ നിരകളിൽ പുതിയൊരു പ്രതിരോധ ചരിത്രം എഴുതപ്പെടുകയാണ്. ചൈനീസ് അതിർത്തിക്ക് തൊട്ടടുത്തായി സമുദ്രനിരപ്പിൽ നിന്ന് 16,000 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന മുളിംഗ്ല സൈനിക പാത ഭാരതത്തിന്റെ സുരക്ഷാ ഭൂപടത്തിൽ ഒരു നാഴികക്കല്ലാവുകയാണ്. മുൻപ് അതിർത്തികളിൽ റോഡുകൾ നിർമ്മിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക്. എന്നാൽ അതിർത്തി ഗ്രാമങ്ങളാണ് രാജ്യത്തിൻ്റെ ആദ്യ ഗ്രാമങ്ങൾ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് ഈ ചിന്താഗതിയെ മാറ്റിമറിച്ചു. ശത്രു രാജ്യങ്ങളുടെ വെല്ലുവിളികളെ നേരിടാൻ ആധുനികമായ അടിസ്ഥാന സൗകര്യങ്ങൾ അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ മോദി സർക്കാർ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ വഴി യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. മുളിംഗ്ല പാതയുടെ പൂർത്തീകരണത്തോടെ ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങൾ ഇവയൊക്കെയാണ്. അതിർത്തിയിലെ തന്ത്രപ്രധാനമായ പോസ്റ്റുകളിലേക്ക് ടാങ്കുകളും ഭാരമേറിയ ആയുധങ്ങളും അതിവേഗം എത്തിക്കാൻ ഈ പാത സഹായിക്കും. നൈലാങ് താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ഈ പാത ചൈനീസ് സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും തത്സമയം പ്രതിരോധിക്കാനും ഇന്ത്യൻ സൈന്യത്തിന് കരുത്തു നൽകും. അതിശൈത്യത്തിലും മഞ്ഞുവീഴ്ചയിലും തടസ്സമില്ലാത്ത ഗതാഗതം ഉറപ്പാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്ന പദ്ധതിയുമായി ചേർത്താണ് ഈ റോഡ് നിർമ്മാണം നടക്കുന്നത്. ഇത് സൈന്യത്തിന് മാത്രമല്ല, അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കും പുതിയ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ അതിർത്തികളിൽ നിന്ന് ജനങ്ങൾ കുടിയൊഴിയുന്നത് തടയാനും അതുവഴി രാജ്യസുരക്ഷ ഉറപ്പാക്കാനും മോദി സർക്കാരിന് സാധിക്കുന്നു. ഭാരതത്തിന്റെ ഒരിഞ്ച് ഭൂമി പോലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന നരേന്ദ്രമോദിയുടെ കർക്കശമായ നിലപാടിന്റെ തെളിവാണ് മുളിംഗ്ല പാത. പ്രതികൂല കാലാവസ്ഥയെയും ഭൂപ്രകൃതിയെയും അതിജീവിച്ച് നിർമ്മിക്കുന്ന ഈ പാത നവഭാരതത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും കരുത്തിന്റെയും പ്രതീകമാണ്. ചൈനയുടെ ഏത് വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ സജ്ജമാണ്. അതിന് പിന്നിലെ ചാലകശക്തി മോദി സർക്കാരിൻ്റെ അചഞ്ചലമായ രാജ്യസ്നേഹമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.